തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എസ്എഫ്ഐ യൂണിറ്റ് അംഗങ്ങൾക്കെതിരെ ലഹരി മാഫിയ സംഘങ്ങളുടെ ആക്രമണം. 4 എസ്എഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയാണ് സംഭവം. മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിച്ചു. സുലേഖ ചേരുന്നു. സുലേഖ, വിശദാംശങ്ങൾ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ്എഫ്ഐ പ്രവർത്തകരെ ലഹരി സംഘം ആക്രമിച്ചിരിക്കുന്നു. മാഫിയ സംഘങ്ങളുടെ ആക്രമണത്തിൽ 4 എസ്എഫ്ഐ പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയിലാണ് സംഭവമുണ്ടായത്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ലഹരി സംഘങ്ങൾക്കെതിരെ എസ്എഫ്ഐ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ആക്രമണത്തിന് പ്രകോപനമായത് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. മുൻപ് ഈ വിദ്യാർത്ഥികളെ ലഹരി സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 4 പേരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാഫിയ സംഘം എത്തിയിരിക്കുന്നത്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് അതിക്രൂരമായി വിദ്യാർത്ഥികളെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ എസ്എഫ്ഐയുടെ സജീവ പ്രവർത്തകരെയാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾ ആക്രമിച്ചിരിക്കുന്നത്. 4 എസ്എഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് അക്രമം ഉണ്ടായത്. സുലേഖ ചേരുന്നു. സുലേഖ, വിശദാംശങ്ങൾ. പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ്എഫ്ഐ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് എതിരെയാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ അക്രമം ഉണ്ടായത്. 4ഓളം വരുന്ന എസ്എഫ്ഐ പ്രവർത്തകർക്കാണ് ഇത്തരത്തിൽ ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ അക്രമത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ, അതോടൊപ്പം തന്നെ യൂണിറ്റ് കമ്മിറ്റി അംഗം ഹരി, ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് കൺവീനർ അഭിമന്യു, 1ാം വർഷ വിദ്യാർത്ഥിനി എന്നിങ്ങനെ 4 പേർക്കാണ് ഈ അക്രമത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ ഈ ലഹരി മാഫിയ സംഘം ശംഖുമുഖത്ത് വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തിയതെന്നാണ് എസ്എഫ്ഐ പ്രവർത്തകർ പറയുന്നത്. ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ വലിയ രീതിയിലുള്ള അക്രമം തന്നെ, ചെവിക്കടക്കം മാരകമായി പരിക്കേൽക്കുന്ന രീതിയിലുള്ള അക്രമമാണ് എസ്എഫ്ഐ പ്രവർത്തകർക്കുണ്ടായത്. ഇന്നലെ രാത്രിയാണ് ഈ അക്രമം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ്എഫ്ഐയുടെ യൂണിറ്റ് സമ്മേളനം അവസാനിച്ചത്. ഈ യൂണിറ്റ് സമ്മേളനം അവസാനിച്ചതിന് ശേഷം ഈ പ്രവർത്തകരൊക്കെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഈ കോളേജിനടുത്തുള്ള തട്ടുകടയിലുണ്ടായിരുന്നു. ഈ തട്ടുകടയിൽ മുതൽ ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് ഈ അക്രമി സംഘം ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയും തുടർന്ന് ശംഖുമുഖത്ത് നിന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ചെവിക്കടക്കം മാരകമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ അക്രമത്തിൽ പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എസ്എഫ്ഐ യൂണിവേഴ്സിറ്റി കോളേജ്. ശംഖുമുഖത്ത് വെച്ചാണ് ഈ പരിക്കേൽക്കുന്നത്, അക്രമം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ശംഖുമുഖം പോലീസിലായിരിക്കും ഈ പരാതി നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ശംഖുമുഖം പോലീസിലായിരിക്കും ഉണ്ടാവുക. എന്തായാലും പരിക്കേറ്റവരെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചെവിക്കടക്കം മാരകമായ രീതിയിലാണ് പരിക്കേറ്റിട്ടുള്ളത്. ഷമ്മി, സുലേഖയാണ് വിശദാംശങ്ങൾ നൽകിയത്.